സാർ, ഈ അപകടം എപ്പോഴാണ് നടന്നത്? 2 മണിയായി കാണും. ഇവിടെ ശരിക്കും ഈ പ്രൈവറ്റ് ബസ് പാർക്കിംഗ് അനുവദനീയമല്ല. പ്രൈവറ്റ് ബസ്സിന്റെ സ്ഥലം അപ്പുറത്തല്ലേ? എപ്പോഴും പ്രൈവറ്റ് ബസ്സിൽ തോന്നിയപടി നിർത്തുന്നതിന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. അത് അറിയില്ല ഏട്ടാ, അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. ഈ അപകടം എങ്ങനെയുണ്ടായത്? അപകടം ഈ 2 ബസ്സിന്റെ ഇടയിലായിപ്പോയി. പുള്ളി പെഡസ്ട്രിയൻ ആയിരുന്നു. റോഡ് ക്രോസ് ചെയ്ത സമയം പെട്ടെന്ന് 2 ഡ്രൈവർമാർ ശ്രദ്ധിച്ചില്ല, 2 ബസ്സിന്റെ ഇടയിലായിപ്പോയി. അങ്ങനെ ഈ ട്രാഫിക് ലൈറ്റ് ഓഫ് ആയിരുന്നു. അദ്ദേഹം നിയമപ്രകാരം തന്നെയാണ് റോഡ് മുറിച്ച് കടന്നത്? അല്ലല്ല, ഇവിടെ കൂടുതലും ആരും റോഡ് സിഗ്നൽ നോക്കി ക്രോസ് ചെയ്യാറില്ല. അതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളും കാണുന്നതാണ്. ഇവിടെ പലപ്പോഴും സിഗ്നൽ നോക്കിയല്ല ബസ്സുകൾ പോകുന്നത്. ഈ ബസ്സുകളാണല്ലോ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. സാർ ഈ സ്ഥലത്ത് തന്നെ എത്ര ദിവസമായി ജോലി ചെയ്യുന്ന ആളാണ്? ഏതാണ്? ഞങ്ങൾക്ക് ഓരോ ദിവസം ഓരോ പോയിന്റ് മാറി മാറി. ഈ പ്രദേശത്തൊരു വലിയ പ്രശ്നമില്ലേ സാർ ജോലി ചെയ്യുമ്പോൾ തന്നെ? ഉണ്ട്. അപ്പോൾ സാർ സീബ്ര ലൈനിലൂടെ ആയിരുന്നു അദ്ദേഹം മുറിച്ച് കടന്നിരുന്നത്? പുള്ളി അതെ. എങ്കിൽ സലീം, അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. സീബ്ര ലൈനിലൂടെ ഒരു കാൽനട യാത്രക്കാരൻ റോഡ് മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള അപകടമാണ് ഇതെന്ന് വ്യക്തമാകുന്നു. സീബ്ര ലൈനിലൂടെയാണ് ഉല്ലാസ് എന്ന് പറയുന്ന ആ കേരള ബാങ്കിലെ ജീവനക്കാരൻ റോഡ് മുറിച്ചു കടന്നതെന്ന് പറഞ്ഞത് അവിടുത്തെ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ ഉത്തരം പറയേണ്ടത് ബസ് ജീവനക്കാരാണ്. അതിന് ആരാണ് ഉത്തരവാദി എന്നുള്ളത് പറയേണ്ടി വരും. ആ സ്റ്റില്ല് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാവും. KSRTC ബസ്സിന് മുന്നിലേക്ക് ആ പ്രൈവറ്റ് ബസ് നേരെ വന്ന് നിൽക്കുകയാണ്. അതായത് ഒരു ബ്ലോക്ക് ഉണ്ടാക്കുന്നത് പോലെ, അതിനെ തടയുന്നത് പോലെ നേരെ വന്ന പച്ച നിറത്തിലുള്ള ബസ്, അത് കണ്ടറിയാം, KSRTCന്റെ മുന്നിലേക്ക് അത് വന്നു നിൽക്കുന്നു. അതിനിടയിൽ അത് ബ്ലർ ചെയ്ത് കാണിക്കുകയാണ്. നമുക്കത് കാണിക്കുന്നതിൽ തടസ്സമുണ്ട്, അത് കാണിക്കാൻ കഴിയുന്നതല്ല. അതിനിടയിലാണ് ഉല്ലാസ് എന്ന് പറയുന്ന ഈ കേരള ബാങ്ക് ജീവനക്കാരൻ കുടുങ്ങിയത്. ദാരുണമായ മരണം സംഭവിക്കുന്നത്. ഇപ്പോൾ അവിടെ ജോലി ഉണ്ടായിരുന്ന, അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു കാൽനട യാത്രക്കാരനായിരുന്നു, റോഡ് മുറിച്ചു കിടക്കുകയായിരുന്നു. മാത്രമല്ല സീബ്ര ലൈനിലൂടെയാണ് റോഡ് മുറിച്ചു കിടന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ആ അപകടത്തിന്റെ ഗൗരവം അത് ഏറുന്നുണ്ട്. സലീം, പ്രജിൻ, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് നമ്മൾ ആ ട്രാഫിക് ഉദ്യോഗസ്ഥന്റെ ബൈറ്റ് എടുക്കുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച ചോദ്യം, ഇവിടെ താങ്കൾ ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു അസ്വാഭാവികത, അതല്ലെങ്കിൽ നിയമലംഘനം സ്ഥിരമല്ലേ എന്ന ചോദ്യത്തിന് മനസ്സില്ലാ മനസ്സോടെയെങ്കിലും അതെ എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ പോലും, അവിടെ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇവിടെ കാര്യങ്ങൾ നേരായ രീതിയിലല്ല എന്ന് സമ്മതിക്കുന്നിടത്താണ് പ്രശ്നം. എന്നിട്ടും എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർക്ക് ഇടപെടാൻ കഴിയുന്നില്ല? ആരാണ് ഉദ്യോഗസ്ഥർക്ക് കൂച്ചുവിലങ്ങിടുന്നത്? ആരാണ് അവരുടെ കൈകൾ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഒരു വലിയ ചോദ്യമാണ്. കാരണം കാര്യം നിസ്സാരമല്ല, ഒരു മനുഷ്യന്റെ ജീവനാണ് ഈ മത്സരം മൂലം നഷ്ടമാകുന്നത് എന്നുള്ളതാണ്. അത് നമ്മൾ തന്നെ ഇത്രയും വൈകാരികമാകുന്നത്, ഞാൻ തന്നെ ഇത്രയും വൈകാരികമായി തന്നെ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം ഇത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള മനുഷ്യരിൽപ്പെട്ടവരാണ് ഞങ്ങളും. അങ്ങനെ ഇവിടെയുള്ള ഓരോ ആളുകളും അത്തരത്തിൽ ഇവിടുത്തെ ട്രാഫിക് കുരുക്ക്, ഇവിടുത്തെ ഗതാഗത കുരുക്ക് അത് കൃത്രിമമായി ഇവിടുത്തെ സ്വകാര്യ ബസ്സുകൾ സൃഷ്ടിക്കുന്നതാണ് എന്ന് നിസ്സംശയം പറയാം. അത് ഞങ്ങൾ തന്നെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് എൻ്റെ റിപ്പോർട്ടിങ്ങും ഇത്രയും വൈകാരികമാകുന്നത്. അതുകൊണ്ട് മനുഷ്യനെ കൊല്ലുന്ന ഡ്രൈവിംഗ് ആണ് ഈ ഭാഗത്ത് നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.